ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ്. അച്ഛൻ ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് വന്ന് കയറിയത്. അച്ഛൻ ഓൾറെഡി ഇത് എല്ലാം കൊത്തിമാന്തി എടുത്ത് മഞ്ഞളൊക്കെ എടുത്ത് മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവസാനത്തേക്കുള്ള കുറച്ചും കൂടിയേ ഉള്ളൂ ബാക്കി. എല്ലാ വർഷവും അച്ഛൻ ഈ മഞ്ഞൾ കൃഷി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇത്തവണ വിത്തിടുമ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ അത് നമുക്കത് റിസൾട്ട് കിട്ടിയത് അത്യാവശ്യം നല്ല രീതിക്കുള്ള റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മളത് എല്ലാ വർഷവും നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ കുറച്ച് രീതിയിലുള്ള ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഇപ്രാവശ്യം ഈ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് കിട്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അത്യാവശ്യം നല്ലൊരു മഞ്ഞളിൻ്റെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഇതല്ല ഇത്രയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോർഷൻസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇനി ഇത്രയും കൂടിയാണ് ഇനി ബാക്കി കൊത്താനുള്ളൂ. നമ്മൾ ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ റൈറ്റ് സൈഡിൽ വരുന്ന ആ പോർഷനിൽ നമ്മൾ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ചെയ്തുള്ളൂ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാം കുത്തലൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും കൂടിയും അത് കൊണ്ടുപോവുകയാണ്. ഒട്ടിയൊരു പീസ് ഞാൻ നിങ്ങൾക്ക് ചുവണ്ടി കാണിച്ചു തരാം. അതിൻ്റെ ആ കളറില്ലേ, നല്ല പച്ചമഞ്ഞളിൻ്റെ നല്ല കളർ, നല്ല സ്മെല്ലുണ്ടായിരുന്നു അത്. നമുക്കിപ്പോൾ മുഖത്ത് തേക്കാനും ഒക്കെ നമുക്ക് എണ്ണ കാച്ചാനും കുട്ടികൾക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പരിപാടിയാണിത്. അതായത് വേറൊന്നുമല്ല, ഈ കണ്ടയിൽ നിന്നിട്ട് അതിലെല്ലാം പൊട്ടിച്ച് മാറ്റിയിടും. ഇനി ഇതിൽ നിന്ന് ഇനിയിപ്പോൾ വിത്തിനേക്കുള്ളത് വേറെ മാറ്റി വെക്കണം. ഇതിപ്പോൾ എല്ലാം പൊട്ടിച്ചിട്ട് മാറ്റിയിടുകയാണ്. ഇപ്രാവശ്യം അമ്മയാണ് അച്ഛൻ്റെ സഹായി. സാധാരണ ഞാനാണ് ഉണ്ടാവാറ് അച്ഛൻ്റെ കൂടെ ഈ മഞ്ഞൾ കൊത്താനും എടുക്കാനും ഇതാക്കാനൊക്കെ. പിന്നെ ഇപ്പോൾ അച്ഛന് ഞാനൊരു അസിസ്റ്റൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. അവിടെ ഇരുന്ന് കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവനെ കാണാം. അവർ കൊട്ടയിലേക്ക് പൊട്ടിച്ചിടുന്ന മഞ്ഞളൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുകയായിരുന്നു അവൻ. ഇപ്രാവശ്യം പിന്നെ ഞാനത് കണ്ട് ആസ്വദിച്ച് വന്നു. ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ടതിന് ശേഷം അവസാനം അതിൻ്റെ കണ്ടയുണ്ട്. ഇതിൻ്റെ ആ വേരും ഇതൊക്കെ നമ്മൾ ചെത്തി മാറ്റണം. ആ ചെത്തി മാറ്റിയിട്ട് അതും കൂടി നമ്മൾ എടുക്കും, മൊത്തം അത് ക്ലീൻ ചെയ്തിട്ട്. അവസാനം ഈ പരിവാവും. ഇനിയിപ്പോൾ വിത്തിലുള്ള മാറ്റി വെച്ച് അത് പുഴുങ്ങി ഉണക്കുകയുള്ളൂ. നമുക്കിത് 2 കൊട്ട നിറയെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.